ഹലോ, നമ്മളപ്പോ ഇന്ന് ഉള്ളിത്തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉള്ളിയും പാവയ്ക്കയും കൂടെ തീയൽ. ഇതാണ് സരവൺ ചേച്ചി. സരവൺ ചേച്ചിയാണ് ഷെഫ്. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് പറഞ്ഞോ. മുളക്, മല്ലി, പറഞ്ഞോ. മുളക്, മല്ലി, തേങ്ങ നല്ലപോലെ ചുമക്കെ വറുത്ത് കോരുക. വാളംപുളി പിഴിഞ്ഞ് ഇത് വാട്ടണം. ഉള്ളിയും പാവയ്ക്കയും കൂടെ നല്ലപോലെ എണ്ണയിൽ വാട്ടി വഴറ്റി എടുക്കുക. എന്നിട്ട് വാളംപുളിയും മഞ്ഞളും ഉപ്പും കായും ഇട്ടിട്ട് ഒന്നും കൂടെ തിളപ്പിക്കുക. എന്നിട്ട് ഈ ചേരുവ ചേർക്കുക, അരപ്പ്. ഇനി നമുക്ക് കാണാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഉള്ളി, പിന്നെ പാവക്ക. ഇത് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണം, എണ്ണയിൽ വാട്ടിയെടുക്കുക. നമുക്കപ്പം ബാക്കി കാണാം. ഉള്ളി മാത്രമായിട്ട് വെക്കാം. ചേനയും പയത്തക്കായും കൂടെ തീയൽ വെക്കാം. അപ്പൊ എന്ത് വേണമെങ്കിലും എന്ത് വെച്ച് വേണമെങ്കിലും തീയൽ ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ എന്തുണ്ടാക്കുന്നത് പാവയ്ക്കും ഉള്ളിയും കൂടെ. എന്ത് ചേരുവ ഇത് തന്നെ, സെയിം തീയലിന്റെ ചേരുവ ഒന്ന് തന്നെ. പക്ഷെ പച്ചക്കറികൾ മാറ്റി നമുക്ക് ഉപയോഗിക്കാം അല്ലെ. എന്ത് വേണമെങ്കിലും ചെയ്യാം. ശരി. അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും പിന്നെ പാവയ്ക്കയും കൂടെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് വഴറ്റാണ്. നമ്മുടെ ശ്യാമള ചേച്ചിയാണ് വഴറ്റന. അപ്പൊ ഇതാണ് വഴറ്റിയ ഉള്ളി. ഇതാണ് പരുവം. ഇത്രയും വഴണ്ട് കഴിയുമ്പോ നമ്മളത് ഒരു മൺചട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ ഇവിടെ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? തേങ്ങയുണ്ട്, പിന്നെ മഞ്ഞളുണ്ട്, കുരുമുളകുണ്ട്. ഇത് എന്ത് ചെയ്യും? വേപ്പല, മല്ലിപ്പൊടി, മുളക് പൊടിയും എല്ലാം കൂടെ നല്ല ബ്രൗൺ കളർ വറുത്ത് പോരും. പിന്നെ ഇത് ഇടിക്കണ്ട, അരച്ചെടുക്കണം. അത് അരച്ചെടുക്കണം, പേസ്റ്റ് ആയിട്ട് എടുക്കണം. ഇതില് ഉപ്പും മഞ്ഞളും പുളിയും ഇട്ടിട്ട് വേവിക്കുക. ഒന്നും കൂടെ തിളപ്പിക്കും, കായപ്പൊടി ഇട്ടിട്ട്. വേണമെങ്കിൽ കടുക് വറക്കാം, വേണ്ടെങ്കിൽ കടുക് വറക്കണ്ട. എണ്ണ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കടുക് വറക്കാറില്ല. കടുകും ഉണക്കമുളക്, വറ്റൽമുളക്, കടുക്, വറ്റൽമുളക്, കരിവേപ്പില, കടുക് താളിക്കാം. പൂർത്തീകരിച്ചു. അപ്പൊ വറക്കാൻ വേണ്ടിട്ട് വീണ്ടും ഈ പറഞ്ഞ സാധനങ്ങൾ നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ഇട്ടു. ഇനി എന്തൊക്കെ ഇടുന്നതിനകത്ത്? ഇത് മൂത്തത് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, വേപ്പല, മഞ്ഞൾ, കുരുമുളക്. വേപ്പില ഇട്ടിട്ടില്ലല്ലോ? വേപ്പില ഇട്ടിട്ടില്ല, ഇടും. ഇപ്പൊ നമ്മള് എന്തൊക്കെയാ ഇട്ടേക്കുന്ന? അപ്പൊ മഞ്ഞപ്പൊടി, കുരുമുളക് ഇടിച്ചിട്ടില്ല, അതേപടി ഇട്ടേക്കാണ്. പിന്നെ തേങ്ങ ചിരവിയത്. അപ്പൊ വേപ്പില എത്ര എണ്ണം? 2 തണ്ട്. 2 തണ്ട് വേപ്പിലിട്ടു. അതിനിടക്ക് വാളംപുളി പറഞ്ഞോ. വഴറ്റിയ പാവയ്ക്കയില് വാളംപുളി പിഴിഞ്ഞൊഴിച്ച് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മള് വാളംപുളി. അതിനി പിഴിഞ്ഞ് ഈ വഴറ്റിയ ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ ഇടാണ്. വാളംപുളി ഇല്ലെങ്കിൽ കൊടംപുളി നമുക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പൊ ഒരു ട്വിസ്റ്റ് ഉണ്ട്. വാളംപുളിക്ക് പകരം നമ്മള് കൊടംപുളിയാണ് ഇടാൻ പോണത്. എന്താന്ന് വെച്ചാല് ഡെലിവറിക്ക് ശേഷം നമ്മൾ കൊടംപുളി ഇട്ട കറികളും കൊടംപുളി ഇട്ട സാധനങ്ങൾ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. വയറിന് നല്ലതാണ്, സ്കിന്നിനും നല്ലതാണ്. ഐശ്വര്യ റായ് കൊടംപുളി ഇട്ട വെള്ളം വെറുതെ കുടിക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സ്കിന്ന് ഭയങ്കരമായിട്ട് ഗ്ലോ ആവും, പിന്നെ യൂത്ത് ആയിട്ടിരിക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് കൊടംപുളിയാണ് ഇടുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ വാളംപുളി ഉണ്ടെങ്കിൽ അതിടാം, കൊടംപുളിയാണല്ലെങ്കിൽ അതും ഇടാം. ഏതിട്ടാലും ടേസ്റ്റ് ഒക്കെ സെയിം തന്നെ. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അമ്മ പറയുന്നുണ്ട് കൊടംപുളി വെറും കൊടംപുളിയല്ല, ചേർത്തലയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കൊടംപുളിയാണ്. അപ്പൊ അതെ, ഇവിടെ ഒരാൾ പറയുന്നുണ്ട് ചേർത്തലയിലെ കൊടംപുളിയൊന്നും കൊടംപുളി അല്ല, കൊടുങ്ങല്ലൂരാണ് ഏറ്റവും നല്ല കൊടംപുളി ഉള്ളത്. കാരണം ഇദ്ദേഹം കൊടുങ്ങല്ലൂരുകാരിയാണ്. അതിനിടക്ക് നമ്മൾ ഇത് വറുക്കുന്നുണ്ട്. ബ്രൗൺ കളറാണോ അല്ലെ? അതവിടെ പ്രകൃതി നടക്കുന്നുണ്ട്. ഒന്നും കൂടെ. വറ്റൽമുളക് മുഴുവൻ മല്ലിയാണ് ചേർക്കേണ്ട ശരിയായ രീതി.
പക്ഷെ അതില്ലെങ്കിൽ ഇപ്പൊ മല്ലിയൊക്കെ കുറവാണ് ഓരോ വീടുകളിൽ. അപ്പൊ നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. അത് തേങ്ങ മൂത്ത ശേഷം വാങ്ങുന്നതിന് 2-3 മിനിറ്റ് മുൻപ് മല്ലിപ്പൊടി മുളകും ചേർക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ വീട്ടിൽ ഉണ്ടമല്ലി ഉണ്ടെങ്കിൽ ഉണ്ടമല്ലി ഉപയോഗിക്കാം. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ എല്ലാവരുടെയും വീടുകളിലും വറ്റൽമുളക്. നമ്മുടെ വീട്ടില് ഉണ്ടമല്ലി ഉണ്ടാവാറില്ല. അതെ. അപ്പൊ അതില്ലാന്നുണ്ടെങ്കിൽ ആരും പേടിക്കണ്ട, മല്ലിപ്പൊടി ഇടാം. മുളകില്ലെങ്കിൽ ആരും പേടിക്കണ്ട, മുളക് പൊടി ഇടാം. അപ്പൊ എല്ലാത്തിനും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. തീയല് യമ്മി ആയിരിക്കും എന്തിട്ടാലും. പക്ഷെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഒന്നും കൂടി ഇത്തിരി തിക്നെസ് കിട്ടും. ഒരല്പം വെളിച്ചെണ്ണ ഇടാം. എന്തിനു വേണ്ടിട്ടാ? മൊരിയാൻ. അപ്പം ഇത് വേഗം മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഇടാം. ശരിക്കും തേങ്ങയെന്ന് എണ്ണ ഇറങ്ങും, എങ്കിലും പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് അരക്കുമ്പോ പേസ്റ്റ് പോലെ വരുന്നതിനും പെട്ടെന്ന് അടിയാൻ വേണ്ടിട്ട്. നല്ലപോലെ മൊരിഞ്ഞാല് പെട്ടെന്ന് എണ്ണ പോലെ വരും, പേസ്റ്റ് പോലെ വരും. തേങ്ങ മൊരിഞ്ഞില്ലെങ്കിൽ പേസ്റ്റ് പോലെ വരില്ല. വെള്ളമില്ലാണ്ട് അരക്കുക. വെള്ളം ഒട്ടും എടുക്കാണ്ട് നമ്മൾ അരച്ചെടുക്കും. ഇനി നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നതാണ്. ഈ പരിവാകുമ്പോൾ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കും. എരിവ് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാം. ഇപ്പൊ നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. മല്ലിപ്പൊടി അധികം എരിവ് വേണ്ടാത്തോണ്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും മതി. ഇത്ര ഇട്ടിട്ട് ഇനി ഒന്നുകൂടെ മൊരിയണം. ഈ മസാല ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ആക്കി. ഈ പരിവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ചൂടാറി കഴിയുമ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കും. ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കും, ഒട്ടും വെള്ളം ചേർക്കാണ്ട്. അപ്പൊ അത്ര നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം. നമ്മള് പാവക്ക പുളിവെള്ളം ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലോ ഫ്ലെയിമില് കൊടംപുളി ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തിളക്കിട്ട് ഇതൊന്ന് ആറട്ടെ. ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ. കൊടംപുളി ഇട്ടിട്ട് വേവിക്കാം. കൊടംപുളി ഇട്ടിട്ട് നമ്മൾ ഒന്നും കൂടി ഇത് വേവിച്ചെടുക്കും. അരച്ചെടുത്ത അരപ്പ് നമ്മള് ആ വേവിച്ച പാവക്കയും ഉള്ളിലേക്ക് നമ്മൾ ചേർക്കാം. അരപ്പ് ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കും. അരപ്പ് ചേർത്തിട്ട് നമ്മൾ ഇതൊന്നും കൂടി തിളപ്പിക്കും. ഒരുപാട് വെള്ളം പോലെ വെക്കരുത്, കുറുകാൻ പാകത്തിന് വെക്കണം. ഇതൊന്ന് കുറുകി വന്നോ? തിളച്ചാൽ മതി. ഇത് തിളച്ചു വന്നാല് കറി റെഡി. പച്ചമുളക് കൂടെ താളിക്കാം വേണമെങ്കിൽ. എണ്ണ കൂടുന്നത് കൊണ്ടിട്ട് ഞാൻ ഇപ്പൊ താളിക്കുന്നില്ല. എന്തൊക്കെയാണ്? കടുക്, വറ്റൽമുളക്, വേപ്പില താളിച്ചൊഴിക്കാം. ഇപ്പൊ തീയലായതുകൊണ്ട് ഇത്തിരി എണ്ണ മുന്നിൽ നിൽക്കണോണ്ടിട്ട് താളിക്കുന്നില്ല. താളിക്കണമെങ്കിൽ താളിക്കാം, അതാണ് ഭംഗി. താളിക്കുന്നില്ല. ഇതിൽ പെണ്ണ നിറയുള്ളത് കൊണ്ട് നമ്മൾ താളിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ താളിക്കാം. താളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ടേസ്റ്റ് ഒരുപോലൊക്കെ തന്നെയാണ്. പെണ്ണ ഇതിൽ ആവശ്യത്തിനുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ട് ഇത് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഓഫാക്കാം. ഞാനകത്ത് ഇരുന്ന് കുറുകും. കൺസിസ്റ്റൻസി ആണ്. ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി. ഇനി അത് ഇരുന്ന് കുറുകിക്കോളും കുറച്ചും കൂടി. അടുത്ത വാരത്തിൽ മാമ്പഴ പുളിശ്ശേരിയായിട്ട് വീണ്ടും വരുന്നതാണ്. ഉഗ്രനായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി.